നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നിർണായകമായ പോരാട്ടം വിജയിച്ചേ പറ്റൂ. വിജയിച്ചാൽ മാത്രമേ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താൻ പറ്റൂ. അത്തരം ഒരു മത്സരത്തിൽ സാക്ഷാൽ ലിയോ മെസ്സി ഇല്ലാതെ ഇന്റർ മയാമി കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആരാധകർക്ക് ആശങ്കയായിരുന്നു. എന്നാൽ കൃത്യമായി കാര്യങ്ങൾ ഏറ്റെടുത്ത് ലിയോ മെസ്സിയുടെ കട്ടച്ചങ്ക് ലൂയിസ് സുവാരസ്, ഒപ്പം കൂട്ടിന് കട്ടക്ക് നിന്ന് റോദ്രിഗോ ഡീപോൾ, എല്ലാവരും മികച്ച പ്രകടനം നടത്തിയ മത്സരത്തിൽ 3-1 ലീഗ്സ് കപ്പിൽ ഇന്റർ മയാമി പുമാസ് UNAമിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇതോടുകൂടി അവർ ലീഗ്സ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. പുമാസ് മെക്സിക്കോയിലെ മികച്ച ടീമാണ്. പക്ഷേ അവരെ തകർത്ത് തരിപ്പണമാക്കാൻ ലൂയിസ് സുവാരസ് തുനിഞ്ഞിറങ്ങിയപ്പോൾ അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. മത്സരത്തിൽ ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ലൂയിസ് സുവാരസും സെഗോവിയയും ഡീപോളും അലൻഡയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. കഴിഞ്ഞ കളിയിൽ റെഡ് കാർഡ് കിട്ടി പുറത്തുപോയ മാക്സി ഫാൽക്കൺ ആ റെഡ് കാർഡ് റിവോക്ക് ചെയ്തതുകൊണ്ട് ഈ കളിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കളിയുടെ 34-ാമത്തെ മിനിറ്റിൽ റുവൽ കബയിലൂടെ ഗോൾ അടിച്ചുകൊണ്ട് പുമാസ് UNM ലീഡ് എടുത്തതാണ്. പക്ഷേ ഇന്റർ മയാമി തിരിച്ചടിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ഗോൾ പിറക്കുന്നത് ലൂയിസ് സുവാരസിന്റെ കിടിലൻ അസിസ്റ്റിൽ നിന്നാണ്. മനോഹരമായിട്ട് പന്ത് വലയിലേക്ക് എത്തിക്കുന്നു റോദ്രിഗോ ഡീപോൾ. ഇടവേള സമയത്ത് മത്സരം 1-1 സമനില. രണ്ടാം പകുതിയിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റുന്നു ലൂയിസ് സുവാരസ്. ഈ സീസണിലെ ഇന്റർ മയാമിയുടെ ആദ്യ പെനാൽറ്റിയാണ്. അത് വളരെ ചീക്കി സ്റ്റൈലിൽ, വളരെ സിമ്പിളായിട്ട് ഒരു പനങ്ക മോഡലിൽ അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. 2-1 മത്സരം 60 മിനിറ്റ് ആകുമ്പോഴേക്കും ഇന്റർ മയാമി ലീഡിൽ. അവിടെ നിന്നില്ല. 69-ാമത്തെ മിനിറ്റിൽ ലൂയിസ് സുവാരസിന്റെ ഒരു വേൾഡ് ക്ലാസ് ത്രൂ ബോൾ അലൻഡയിലേക്ക് അദ്ദേഹം അത് ഫിനിഷ് ചെയ്തു. അങ്ങനെ 3-1 വിജയം. സുവാരസ് ഇരട്ട അസിസ്റ്റും ഒരു ഗോളും, റോദ്രിഗോ ഡീപോളിന്റെ വക ഒരു ഗോള്. അങ്ങനെ പൊളിച്ചടുക്കിക്കൊണ്ട് ലീഗ്സ് കപ്പിൽ ഇതാ ഇന്റർ മയാമി ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.